വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാടി വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ടം മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വേലിയേറ്റം ശക്തം. ഫോർട്ട് കൊച്ചി തുരുത്തി മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഫോർട്ട് കൊച്ചിയിൽ വേലിയേറ്റം ശക്തം. ഫോർട്ട് കൊച്ചി തുരുത്തി മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ജനം ദുരിതത്തിലാണ്. തോട് കരകവിഞ്ഞൊഴുകി മലിനജലം ഉൾപ്പെടെ വീടുകളിൽ കയറുന്ന സാഹചര്യമാണ്. റോഡുകളെല്ലാം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ്. സാംക്രമിക രോഗങ്ങൾ പടരുമോ എന്ന ആശങ്കയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. അടിയന്തരമായി ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ഷെർഫുകാട്ട് പറയാറുണ്ട്, ഇതിനായിട്ട് തീരുമാനം ആരും എടുക്കണില്ല. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ, എന്തിനും പരിഹാരം എടുത്താലല്ലേ ഈ ആൾക്കാർക്കൊക്കെ ഈ അണുക്കൾ കയറി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കണല്ലേ. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ ആധാര പോയിപ്പിന്നെ ഇതൊക്കെ തന്നെയാണ്. കുഞ്ഞു കുഞ്ഞു മക്കളാണ് ഇതേത് നോക്കിയേ, ബാപ്പയാണെങ്കിൽ അങ്ങനെ കിടക്കണത്. ഞങ്ങൾക്ക് ഒരു മരുന്നിന് പോകാനായിട്ട് പറ്റൂല. ഇത് കണ്ടില്ലേ റോഡ് എടുക്കണത്. അപ്പൊ ഞങ്ങൾ പോണവരോട് പറയും ഒരു ഫോട്ടോ എടുത്ത് ഷെർഫുകാർക്ക് വിട്ടുകൊടുക്കുന്ന പറയുന്നുണ്ട്. പക്ഷേ എല്ലാരും വിടണുണ്ട്, പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഇതിനിപ്പ. വെള്ളം കയറിയിട്ട് കോഞ്ചേരി വരെ വീടുകൾക്കും കടകൾക്കും എല്ലാം ബുദ്ധിമുട്ടായിട്ട് അത്രത്തോളം വെള്ളം. ഒന്നാമത് ഈ വെള്ളം ചുപ്പ് വെള്ളം, ഭയങ്കര സ്മെല്ലുള്ള വെള്ളം. നമുക്കറിയാം ഈ സമയങ്ങളിലെല്ലാം മഞ്ഞപ്പിത്തം പകർന്ന് നിൽക്കുന്ന സമയമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അധികാരികൾ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തോട് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് മെയിൻ റോഡിലേക്ക് അവസാനിക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു തോട് ഏറ്റവും വരുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താനുണ്ടായിരുന്നു. അത് സീവേജിൻ്റെ പദ്ധതിക്ക് വേണ്ടി ആ ഭാഗം നികത്തിയപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ തുരുത്തി കോഞ്ചേരി നിവാസികളാണ്. ഇത് ഈ ഒരു മാറാരോഗം വന്ന് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാനിറങ്ങിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അടിയന്തരപരമായിട്ട് ഇതുപോലുള്ള വിഷയങ്ങൾക്ക് ഇപ്പം ഇന്നിവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് ഒന്നും കൂടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് വെള്ളം കയറി കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത് വലിയ ഫ്ലാറ്റ് വരുന്നുണ്ട്, അവിടെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അങ്ങോട്ടും വെള്ളം കയറി കിടക്കുന്നുണ്ട്. ശരി ഉപ്പുവെള്ളമാണ്. അതിന് പോലും നാളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ കൺസ്ട്രക്ഷൻ പോലും ദ്രവിച്ചു പോകുന്ന രീതിയിലേക്ക് പോകും. വലിയ അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഈ വെള്ളം ഏറുന്ന സമയത്ത് വെള്ളം റോട്ടിലേക്കും മറ്റുള്ള വീടുകളിലേക്കും എത്താതിരിക്കാൻ ഒരു തടയെങ്കിലും വെച്ചിട്ട് ഈ നിവാസികൾക്കൊരു കൈസഹായമാകണം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.